പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് മഹത്വം കൊടുക്കാം. ശക്തമായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമുക്ക് തന്ന അനുഗ്രഹീതമായ സന്ധ്യകളാണിത്. കർത്താവിനെ കേൾക്കാൻ നമുക്കൊരു ദാഹം ഉണ്ടാകുന്നു എന്നത് ചെറിയ കാര്യമല്ല. ആ ദാഹം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ദൈവത്തെ തേടാൻ, ദൈവത്തെ അറിയാൻ, ദൈവിക കാര്യങ്ങൾ ചിന്തിക്കാൻ, പ്രാർത്ഥിക്കാൻ ആത്മീയമായ ദാഹം തരുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവാണ്. അതാണ് റോമാലേഖനം 9-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം 16-ാമത്തെ വാക്യത്തിൽ പറയും, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല എന്ന് പറയാം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ അതാണ് വചനം പറയുന്നത്. 1 കൊരിന്തോസ് 15:10 അപ്പോസ്തലൻ പറയും, ഞാൻ എന്തായിരിക്കുന്നുവോ അത്, ആ വാക്കേതാണ് ദൈവ കൃപ. അതാണ് റോമർ 9 ദയ എന്ന് പറഞ്ഞതിന് 1 കൊരിന്തോസ് 15 അപ്പോസ്തലൻ അതിനെ പറയുന്നത് കൃപ എന്നാണ്. കൃപ, ദയ, കൃപ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഹല്ലേലൂയ. ഇനി എഫേസോസ് 2:8 വരുമ്പോൾ പറയും, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അതാരുടെയും പ്രവൃത്തികളുടെ ഫലമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദയ, കൃപ, ദാനം. ഹല്ലേലൂയ. അപ്പോൾ അത് കൃപയാണ്, അത് ദയയാണ്, അത് ദാനമാണ്. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവികമായ ഏത് കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ദൈവത്തിൻ്റെ ദയാവായ്പിനെ നമ്മൾ വലിയ നന്ദിയോടെ കാണേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളെയും വീണ് കിട്ടുന്ന അല്ലെങ്കിൽ സൗജന്യമായി ലഭിക്കുന്ന, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു മനോഭാവം മനുഷ്യ സഹജമാണ്. പക്ഷെ നമ്മൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കേണ്ടതുണ്ട്. ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറയണം. സങ്കീർത്തനങ്ങൾ 116 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയും, ദൈവം ഒരുപാട് ദാനങ്ങൾ നമ്മുടെ മേൽ വർഷിച്ചു. സങ്കീർത്തനം 116 12, 13, 14 വായിക്കാം. സങ്കീർത്തനങ്ങൾ 116, 12, 13, 14 വായിക്കാം. 17 പേരെ ബൈബിൾ കൊണ്ടുവന്നുള്ളോ? ബൈബിളുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പുറകെ കൊണ്ടുപോയി ഇരുത്തും. ഇപ്പം എഴുന്നേൽപ്പിക്കും. ഫ്രണ്ടിൽ ബൈബിളില്ലാത്ത ഒറ്റ ആളെ ഇരുത്തത്തില്ല. നിങ്ങൾ പുറകിലെങ്ങാനും പോയിരുന്നോണം. അല്ല, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ നടുവൊടിഞ്ഞ് വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തുമ്പോൾ നിങ്ങൾ അത്രയും പോലും സീരിയസ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഇവിടെ ഇരുത്തില്ല ഞാൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നത്തേന് ക്ഷമിക്കുകയാണ്. നാളെ വേദപുസ്തകം ഇല്ലാതെ ഈ കൺമുമ്പിൽ കണ്ടുപോരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അത് നിർബന്ധമാണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്. പുറത്താക്കത്തില്ല, ഏറ്റവും പുറകിൽ. നിങ്ങളുടെ സ്ഥാനം പുറകിലാണ്. നിങ്ങൾ താല്പര്യമില്ലാത്ത ജനതയാണ്. ഹല്ലേലൂയ. ബൈബിൾ കൊണ്ടുവന്നവർക്ക് ഒന്നാമത് വന്നിരിക്കാം. നാളെ മുതൽ എങ്ങനെയാണ്, വേദപുസ്തകം ഇല്ലാതെ ഒരാൾ ഞാൻ കാണുന്നിടത്തിരിക്കരുത്. ഞാൻ ഇപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങോട്ട് വരും ഞാൻ. എന്നിട്ട് ഞാൻ ചോദിക്കാം, എന്നാ കൊണ്ടുവരാത്തേന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. അതൊരു മിനിമം ഡിസിപ്ലിനാണ്. അത് ചെയ്തിരിക്കണം. അപ്പോൾ വായിക്കാം. സങ്കീർത്തനം 116, 12, 13, 14 വായിക്കാം. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക്. അപ്പം അതാണ് ഒരു ഭക്തൻ്റെ കൺസേൺ. കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളാണ്. ആരോഗ്യം, സമ്പത്ത്, ഭക്ഷണം, യാത്ര ചെയ്യാനുള്ള സൗകര്യം, ഭൗതിക അനുഗ്രഹങ്ങൾ, ചോരാതെ കിടക്കാനൊരു വീട്, ജോലി, മക്കള്, സമ്പത്ത്, വരുമാനം, പിന്നെ ആത്മീയ അനുഗ്രഹങ്ങൾ. ഇതെല്ലാം കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ടാവണം. നന്ദിയില്ലാതെ വരുന്ന ഒരു ജനതയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ഞാൻ എന്താ പറഞ്ഞേ? നന്ദിയില്ലാതെ പോകുന്ന ഒരു ജനതയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും.
അപ്പം അടിസ്ഥാനപരമായി എപ്പോഴും ദൈവം തന്ന ദാനങ്ങളെ വിലമതിക്കണം. എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കണം. നമുക്ക് കൃതജ്ഞതാ നിർഭരരായിരിക്കാം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കൃതജ്ഞതാ നിർഭരരായിരിക്കാം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്ദി പ്രകാശിപ്പിക്കണം. പറയാവോ ഹല്ലേലൂയ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതെല്ലാം ദൈവം തന്ന ദാനമാണ്. ദൈവം തരാത്തതായിട്ട് നമുക്കൊന്നുമില്ല. ഈ മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. വിശ്വാസം തന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിക്കാനുള്ള ഭാഗ്യവും ഭാഗധേയവും ദൈവം തന്നു, നല്ല വിദ്യാഭ്യാസം കിട്ടി, ദൈവം അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നു, ഒത്തിരിയൊക്കെ രോഗപീഠകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഇനി രോഗം വന്നാലും കർത്താവ് അവിടെയും കൂടെയുണ്ട്, സൗഖ്യം തരുന്നു, അല്ലെങ്കിൽ ആ രോഗം ഏറ്റെടുക്കാനുള്ള കൃപ തരുന്നു. എല്ലാ അർത്ഥത്തിലും കൂടെ നടന്ന് നമ്മളെ സഹായിക്കുന്നൊരു ദൈവത്തെ നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. നന്ദിയില്ലാത്തവരായിട്ട് മാറുമ്പോൾ ആ ജനതയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യണം. അപ്പം അതിനാണ് നമ്മൾ ഇടയ്ക്ക് പാടും, പ്രാർത്ഥിക്കും, നന്ദി പറയും. ആരാധിക്കുന്ന സമയത്തൊക്കെ സ്തുതിക്കാൻ പറയുമ്പോഴെല്ലാം നമ്മൾ ദൈവം തന്ന ആ അനന്തമായ നന്മകളെയും ദാനങ്ങളെയും പ്രതി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുമ്പോൾ വലിയ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹിക്കും. ഈശോ പറഞ്ഞൊരു വചനമുണ്ട്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളത് പോലും. എന്തുള്ളവനിൽ നിന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. ഉള്ളവന് നൽകപ്പെടും. എന്തുള്ളവന്? പൈസ ഉള്ളവന് പിന്നെയും പൈസ നൽകപ്പെടും, ആരോഗ്യമുള്ളവന് പിന്നെ ആരോഗ്യം നൽകപ്പെടും, അറിവുള്ളവന് പിന്നെ അറിവ് നൽകപ്പെടും. അതൊന്നും ശരിയാവില്ല. ആ സമവാക്യങ്ങൾ ശരിയാവുന്നില്ല. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നന്ദിയുള്ളവന് ദൈവം തരും, നന്ദിയില്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ട് എല്ലാ കാര്യത്തെയും കുറിച്ച് നന്ദി പറയാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന് ആദ്യമേ തന്നെ രേഖപ്പെടുത്തി വെക്കുക. ഞാനും നിങ്ങളും ദൈവം തന്ന എല്ലാ ദാനങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം എന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായി എടുത്ത് ധ്യാനിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വചനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാവണം. ദൈവവചനത്തിൽ എന്താണ് നമുക്ക് വചനത്തിലൂടെ കിട്ടുന്നത്? ഞാൻ ഒരു 4-5 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് നമ്മൾ ഈ ബൈബിൾ എടുക്കുമ്പോൾ, ഈ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ വചനത്തിലൂടെ ലഭിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. നമുക്ക് യെശയ്യാ പ്രവചനം എടുക്കാം. യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 34-ാമത്തെ അധ്യായം, യെശയ്യാ 34, 16-ാമത്തെ വാക്യം. യെശയ്യാ 34, 16 വായിക്കാം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ഒന്നുകൂടെ പറയാം, ബൈബിളിലുള്ളവരും ഇല്ലാത്തവരെല്ലാം പറയുക. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ഇതാണ് ആദ്യത്തെ കാര്യം. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. എന്താ വായിക്കണ്ടേ? ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇവയിൽ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ ഒന്നും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ, നിന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരം ഈ ഗ്രന്ഥത്തിൽ ഉണ്ട്. ഹല്ലേലൂയ, ഉണ്ട്. ഒരു സംശയമില്ല, ഉണ്ട്. ഞാനിത് 20-ാമത്തെ വർഷമാണ് ഇങ്ങനെ ബൈബിള് പ്രഘോഷിക്കാൻ നിൽക്കുന്നത്. 20 വർഷത്തിൽ എനിക്ക് പറയാൻ പറ്റും, ചുരുങ്ങിയ ഒരു ആയുസാണ് 20 കൊല്ലം. ഒത്തിരി 40, 50, 60 കൊല്ലമായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. പക്ഷേ 20 കൊല്ലം കൊണ്ട് എനിക്കൊരു മനസ്സിലായൊരു കാര്യം, ഈ വചനത്തിന് തെറ്റ് പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വചനം പ്രഘോഷിക്കുന്നവൻ തെറ്റിയാലും വചനത്തിന് തെറ്റ് പറ്റില്ല. വചനപ്രഘോഷകൻ വീണാലും വചനം പരാജയപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ആ ഗ്രന്ഥത്തിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടെന്ന്.
എല്ലാം ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം അവന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എല്ലാ കാര്യങ്ങളും ദൈവം മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കണ്ടുപിടിച്ച് വായിക്കണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് വായിക്കണം. വായിച്ചോ നിങ്ങൾ? ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല. അടുത്ത വാക്യം. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇതായത് ഇവയിലെല്ലാം ഉണ്ട്, എല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് വേണ്ടി തന്നതാണത്. അത് ഒരു വചനം, വേറൊരു വചനം ഒന്ന് വായിച്ചിട്ട് തിരിച്ചു വരാം. നിയമാവർത്തനം 29:29, ഡ്യൂട്രോണമി. നിയമാവർത്തനം 29:29, ഡ്യൂട്രോണമി 29:29. നിയമാവർത്തനം 29:29 ഒന്ന് വായിക്കാവോ? രഹസ്യങ്ങൾ. കൊള്ളാം ചേച്ചിമാര്, കൊള്ളാം, വായിച്ചോ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് എന്ന് പറഞ്ഞാൽ, അതായത് ദൈവത്തിന് മാത്രമേ ചില കാര്യങ്ങളുടെ ഉത്തരമറിയൂ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മാത്രമേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനപ്പെട്ട വൈദികനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ വളരെ അടുത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു വിദേശ രാജ്യത്ത് വെച്ച് ചെറിയ പ്രായത്തിൽ മരിച്ചു. അപ്പോൾ ആ പ്രിയ വൈദികൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കത് വലിയ ദുഃഖമായി, എനിക്കത് സഹിക്കാൻ പറ്റാത്ത വേദനയായി, ഞാൻ വല്ലാതെ ഉലഞ്ഞുപോയി. ആ സമയത്ത് എൻ്റെ മനസ്സ് തകർന്നും ഭാരപ്പെട്ടും ഇരിക്കുന്ന ആ സമയത്ത് ഒരു വ്യക്തിയിലൂടെ ദൈവമായ കർത്താവ് എന്നോട് സംസാരിച്ചത് ഇപ്രകാരമാണ്: അച്ഛൻ്റെ ബന്ധു ഈ പ്രായം വരെ നല്ല ആളായിരുന്നു, എന്നാൽ അച്ഛന് തോന്നുന്നുണ്ടോ ഇവൻ്റെ ജീവിതം എന്ന് ഇതുപോലെ ആകും? നമുക്ക് ഉറപ്പില്ല. നാളെ ഒരു കാലത്ത് ഇവൻ കുടുംബത്തിനും ലോകത്തിനും സമൂഹത്തിനും ഇവനെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം ബാധ്യതയും ദുഃഖം തരുന്നവനും എല്ലാവർക്കും കണ്ണീര് സമ്മാനിക്കുന്നവനുമൊക്കെ അങ്ങനെയൊക്കെ ആയി മാറുകയില്ലെന്ന് ആരറിഞ്ഞു? നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഇനി ഒരു ദിവസം കൂടി ജീവിച്ചാൽ ഇവൻ നമുക്കെല്ലാം സമ്മാനിക്കാൻ പോകുന്നത് ചിലപ്പോൾ മാരകമായ വേദനയാണെങ്കിലോ നമുക്കറിഞ്ഞൂടല്ലോ. ഇങ്ങനെ നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളില്ലേ? അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ സംശയിക്കാതിരിക്കുക, ദൈവത്തിന് തെറ്റുപറ്റില്ല എന്ന് വിചാരിക്കുക, അത് സ്വീകരിക്കുക. അച്ഛൻ എന്നോട് പറയുകയാണ്, ഞാനൊരു വൈദികനാണ്, പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ഈ വ്യക്തിയിലൂടെ ദൈവം എന്നോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ശരിയാ, നാളെ ഒരു കാലത്ത് ഇവനെ കൊണ്ട് ഞാൻ ഒരിക്കലും ഇവൻ്റെ ആത്മാവ് രക്ഷപ്പെടാത്ത വിധത്തിൽ ഇവൻ എന്തെങ്കിലും വലിയ പാതകത്തിലേക്കോ ദൈവനിന്ദയിലേക്കോ ഒക്കെ പോകുകയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയാത്ത വിധം നമുക്കറിയില്ല നാളെ എന്താ സംഭവിക്കുന്നത്. അപ്പം ആ ഒരു ദൈവിക ജ്ഞാനം കിട്ടിയപ്പോൾ ആ പ്രിയ വൈദികൻ എന്നോട് പറയുകയാണ്, ആ ഒരു ജ്ഞാനം കിട്ടിയപ്പോൾ പരിപൂർണമായി എൻ്റെ ദുഃഖം എന്നിൽ നിന്ന് മാറിപ്പോയി. അപ്പം എന്താ സംഭവിക്കുന്നത്? ഒരു ചെറിയ വെളിപ്പെടുത്തലാണ്, വലിയ വെളിപ്പെടുത്തലൊന്നുമല്ല. ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്തു, ഒരു ദൈവിക രഹസ്യം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് പ്രകാശം പരത്തുന്ന ദൈവിക രഹസ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെതാണ്. ദൈവവുമായ കർത്താവുമായി ബന്ധപ്പെട്ട് കിടക്കാണ് എല്ലാ രഹസ്യങ്ങളും. ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടവ. വായിച്ചേ, നിയമാവർത്തനം 29:29. വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടി ഉള്ളതാണ്. വെളിപ്പെടുത്തപ്പെട്ടവ. അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഒരു ദൈവ പൈതലിന് ജീവിക്കാൻ, ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാൻ, ഈ ഭൂമിയിൽ പ്രകാശപൂരിതമായൊരു ജീവിതം നയിക്കാൻ ആവശ്യമായ എല്ലാ വെളിപ്പെടുത്തലും ദൈവവചനത്തിനകത്ത് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കും ഉത്തരം ഇതിനകത്തുണ്ട്.
എല്ലാ ധാരണാ പിശകുകൾക്കും ഉത്തരം ഇതിനകത്തുണ്ട്. എല്ലാ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾക്കും ഉത്തരം ഇതിനകത്തുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി യെശയ്യാ 34 തിരിച്ചു വരിക. യെശയ്യാ 34 വചനം പറയുകയാണ്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് അതൊന്നെടുത്തേ. യെശയ്യാ 34 വാക്യം 16 വായിച്ചേ. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ഇവയിലൊന്നും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവയിലൊന്നും അതായത് എല്ലാ കാര്യവും ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം. ഞാൻ ഒരിക്കൽ എനിക്ക് വലിയ മടുപ്പുണ്ടായിട്ട് മടുപ്പ് മാത്രമല്ല, ഈ ഒത്തിരി പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവവചന പ്രഘോഷണം അവസാനിപ്പിക്കാം എന്ന് മാനുഷികമായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നീ ഫ്രീ ആണെങ്കിൽ ഞങ്ങളൊരു വിനോദയാത്രയ്ക്ക് പോവാണ്, നീ വേണമെങ്കിൽ വന്നോ, ഞങ്ങൾ നിന്നെ കൊണ്ടുപോവാം. അപ്പം എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ ആകെപ്പാടെ വിഷമിച്ചും മടുത്തുമൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇന്ന് വൈകുന്നേരം എനിക്കൊരു ചെറിയ കൂട്ടായ്മയിൽ വചനം പങ്കുവെക്കാനുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ താമസിക്കുന്ന അച്ഛനോട് പറഞ്ഞാൽ ആ അച്ഛൻ പോയി അത് ചെയ്തോളും, ഞാൻ പോകണില്ല. ഞാനിത് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം ഓരോ ദിവസം കഴിയും തോറും എൻ്റെ വിഷമങ്ങൾ കൂടി വരികയാണ്. എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാരങ്ങൾ കൂടി വരികയാണ്. ഞാൻ ഒത്തിരി വിഷമിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ മാനസികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു, ഇത് അവസാനിപ്പിക്കാം, ഇത് വേണ്ട, നമുക്ക് അത്യാവശ്യം മിനിമം ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരാശ്വാസമാണ് വിനോദയാത്രയ്ക്ക് എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ ദൈവം എനിക്കൊരു വചനം തന്നു. വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. ആ വചനം ഇങ്ങനെയാണ്, നിങ്ങൾ എടുക്കണമെന്നില്ല, ഞാൻ വായിക്കാം, നിങ്ങൾക്കതുകൊണ്ട് ഗുണമൊന്നുമില്ല, ഞാൻ വായിക്കാം. അത് 2 മക്കബായർ 4-ാം അധ്യായത്തിലാണ്. 2 മക്കബായർ 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്. എനിക്ക് ഒരു പ്രത്യേക വിഷമമുണ്ട്. ഞാൻ മടുത്തിട്ട് ഇതൊന്നും വേണ്ട, അതിനേക്കാൾ നല്ലത് വിനോദയാത്രയ്ക്ക് പോകുന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിക്കുന്ന ഇങ്ങനെയാണ്, പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ താല്പര്യം നശിച്ചു. ബൈബിളിൽ കാണുക, അച്ഛന്മാർക്ക് കുർബാന അർപ്പിക്കാനും പ്രസംഗിക്കാനുമുള്ള, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ താല്പര്യം കുറഞ്ഞു. താല്പര്യം കുറഞ്ഞിട്ട് എന്ത് ചെയ്തു? പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കാൻ തുടങ്ങി, ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടവർ പരിപാടികളിൽ സംബന്ധിക്കാനായി മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. ഞാൻ ഉണ്ടാക്കി പറയല്ലത്, ഇത് ബൈബിളിലെ 2 മക്കബായർ 4:14 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കിത് മടുത്ത്, ഞാൻ അതിലും ഭേദം വിനോദയാത്രയ്ക്ക് പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയാണ്, പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. അവർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിപീഠത്തോട് അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ച് തള്ളുകയും വിജാതീയർ ആദരിച്ചതിനെ വിലമതിക്കുകയും ചെയ്തു. തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് സിസ്റ്ററെ, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഉത്തരമായോ? സിസ്റ്ററിന് ഉത്തരമായിട്ടുണ്ടാവില്ല, കാരണം സിസ്റ്ററിൻ്റെ പ്രശ്നമല്ലത്, എൻ്റെ പ്രശ്നമാണത്. ഞാൻ ചോദിക്കട്ടെ സിസ്റ്ററിനോട്, എനിക്ക് ഉത്തരമായോ? ആയോ? അതാണ് ഒരു മനുഷ്യൻ്റെ ഏത് സാഹചര്യത്തിനും വേണ്ട വെളിപ്പെടുത്തലുകൾ ഇതിനകത്ത്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല വിനോദയാത്രയ്ക്ക്, ഞാൻ കൂട്ടായ്മയിൽ വചനം പങ്കുവെക്കാൻ പോകണം. കാരണം ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞു. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ റോമിലെത്തിയപ്പോൾ എൻ്റെ കൂടെയുള്ള ജോൺ പോളിനോട് ഞാൻ പറഞ്ഞു, നീ റോമിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഒത്തിരി ഉള്ളൊരു വേദിയാണ്. ഞാൻ പറഞ്ഞു, നീ പ്രസംഗിക്കാനാണ്
എനിക്കിപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എന്നെ നിർബന്ധിക്കല്ലേ, ഒത്തിരി അച്ഛന്മാർ, ഇതെല്ലാം ഡോക്ടറേറ്റുള്ള അച്ഛന്മാരാണ്, ഇതെല്ലാം വലിയ പഠിക്കുന്ന അച്ഛന്മാരാണ്, ഈ സിസ്റ്റേഴ്സ് എല്ലാം പുപ്പുലികൾ സിസ്റ്റേഴ്സാണ്, ഇവരുടെ മുമ്പിൽ എന്നെ നിർത്തല്ലേ അച്ഛാ, എന്നെ എറിഞ്ഞു കൊടുക്കല്ലേ അച്ഛാ എന്ന് ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇപ്പോൾ ജോൺ ബോൾ നീ സംസാരിക്കണമെന്നാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് ശക്തമായ പ്രേരണ വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഞാൻ പറഞ്ഞത് കേൾക്കണ്ട, നീ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഡാനിയേലച്ചൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് അവൻ തിരുവചനം തുറക്കുന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ ജെറുസലേമിൽ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയതുപോലെ റോമായിലും എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തും. അവൻ ഉത്തരായോ? പറ, ആയോ? ആയോ? ആ, ഇങ്ങനെ ഒറ്റപ്പെട്ട കേസുകളിൽ തുറക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ വെളിപ്പെടുത്തലുകളും ബൈബിളിലുണ്ട്. അതാണ് പറയുന്നത്, ഇവയിലൊന്നും കാണാതിരിക്കത്തില്ലെന്ന്. എല്ലാം ഉണ്ട്. എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ച് വായിക്കണം. ഞാൻ പറയാണ്, എല്ലാ പ്രശ്നത്തിനും ഉത്തരം ഇതിനകത്തുണ്ട്. അതൊരു ഭൗതിക പ്രശ്നമാവട്ടെ, ഒരു ആത്മീയ പ്രശ്നമാവട്ടെ, അതിന് ഉത്തരം ഇതിനകത്തുണ്ട്. എന്ത് ചെയ്താൽ മതി? പറ മക്കളെ, എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ച് വായിക്കണം. ഇനി അടുത്ത ഒരു വെളിപ്പെടുത്തൽ അതിനകത്ത് പറയുകയാണ്, വായിക്കാം അടുത്ത വാക്യം. എന്തെന്നാൽ, എന്തുകൊണ്ടാണ്? എല്ലാം ഇവിടെ ഉണ്ട്, ഇവയിലൊന്നും കാണാതിരിക്കത്തില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ, ലിസൺ എന്ന് പറഞ്ഞാൽ, ദൈവം ഇതിനകത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. പറഞ്ഞപ്പോൾ അത് നമുക്ക് മനസ്സിലായില്ല. ദൈവം പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന അതിൻ്റെ ഇണവചനവും ഇതിനകത്ത് ഉണ്ട്. ഉദാഹരണത്തിന് കർത്താവ് പറയാണ്, നീ ദൈവഭക്തനാവുക. നമ്മളോട് സംസാരിച്ചു. എന്താ സംസാരിച്ചേ? നീ ദൈവഭക്തനാവുക. അപ്പം ഞാൻ പറയുന്നു, കർത്താവേ ദൈവഭക്തനാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പം അതാ വേറൊരു വചനം കിടക്കുന്നു, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. കിട്ടിയോ? എന്താ ദൈവഭക്തി എന്ന് കിട്ടിയോ? കിട്ടി. ഇതിൻ്റെ പേരാണ് എന്ത്? ഇണവചനം. ഇണവചനം. ഒരു വചനത്തിൻ്റെ അർത്ഥം, ഒരു വചനത്തിൻ്റെ വ്യാഖ്യാനം മറ്റൊരു വചനത്തിനകത്ത് കിടപ്പുണ്ട്. കാരണം എന്താണ്? ഇത് പരിശുദ്ധാത്മാവാണ് എഴുതിയത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചിരുന്നത് ലോകചരിത്രത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ബൈബിളാണെന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ തിരുത്തി, അതല്ലാന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ ശരിയാ, അല്ല, ബൈബിളല്ല ആദ്യം അച്ചടിക്കപ്പെട്ടത്. ഈ ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച പ്രസ്സിലാണ് ആദ്യം അച്ചടിച്ച പുസ്തകമാണ് ബൈബിൾ. പക്ഷെ അതിനു മുമ്പേ പ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ആവട്ടെ, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം ബൈബിളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം ബൈബിളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ്. എല്ലാ കാലത്തെയും ബെസ്റ്റ് സെല്ലറുകളിലൊന്ന് ബൈബിളാണ്. ബൈബിളിൻ്റെ എഴുത്തുകാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തെ 3 ഭൂഖണ്ഡങ്ങളിലിരുന്നാണ് ഈ എഴുത്തുകാർ ഈ ഗ്രന്ഥം എഴുതിയത്. എഴുതാനെടുത്ത കാലഘട്ടം 1500 വർഷങ്ങൾ. 1500 വർഷങ്ങൾ കൊണ്ട് 40 എഴുത്തുകാർ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് എഴുതി പൂർത്തിയാക്കിയ ഗ്രന്ഥം. എഴുത്തുകാരുടെ കൂട്ടത്തിൽ മത്സ്യബന്ധന തൊഴിലാളികളുണ്ട്, ആട്ടിടയന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, നിയമജ്ഞരുണ്ട്, സാധാരണക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, രാജാവുണ്ട്, പ്രജയുണ്ട്. വിവിധ തലങ്ങളിൽ ജോലി ചെയ്തിരുന്ന, ജീവിത നിയോഗം പൂർത്തിയാക്കിയിരുന്ന മനുഷ്യരാണ് ഈ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത്. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 1500 വർഷങ്ങൾ കൊണ്ട് 40 എഴുത്തുകാരെഴുതി പൂർത്തിയാക്കിയ ഗ്രന്ഥം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 73 ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി ബൈബിളിനെ കുറിച്ചൊരു പശ്ചാത്തല ജ്ഞാനവുമില്ലാത്തൊരു മനുഷ്യൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ അയാളോട് പറയുകയാണ്, നിങ്ങൾ ഈ ബൈബിൾ വായിക്കൂ, ഇതൊരു ഗ്രന്ഥമാണ്, ഇതൊരു ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം, ഇത് വായിക്കൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആ മനുഷ്യൻ 73 ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അയാളൊരു നിഷ്പക്ഷ വായനക്കാരനാണെങ്കിൽ നിങ്ങൾ അയാളോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ഈ ബൈബിൾ? അദ്ദേഹം പറയും, ഇത് കൃത്യമായി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായ ലോജിക്കൽ സീക്വൻസ്. ഉൽപ്പത്തിയിൽ പറയുന്ന കാര്യങ്ങൾ വെളിപാടിൽ ആവർത്തിക്കപ്പെടുന്നു. ഉൽപ്പത്തിയിലെ ചോദ്യങ്ങൾക്ക് വെളിപാടിൽ ഉത്തരം കിട്ടുന്നു. ഒരു പുസ്തകത്തിലെ ചോദ്യത്തിന് മറ്റൊരു ഗ്രന്ഥത്തിൽ ഉത്തരം കിട്ടുന്നു. പരസ്പരം നേരിട്ട് കണ്ടിട്ടില്ലാത്ത, മിക്കവാറും മഹാഭൂരിപക്ഷം എഴുത്തുകാരും പരസ്പരം നേരിട്ട് കണ്ടിട്ടില്ലാത്ത
അവരാശയവിനിമയം പരസ്പരം നടത്തിയിട്ടില്ലാത്ത ആ എഴുത്തുകാരെഴുതിയ ഗ്രന്ഥത്തിൽ ഒരാൾ പറഞ്ഞ് പൂർത്തിയാക്കാൻ ബാക്കി വെച്ചത് മറ്റൊരാൾ പൂർത്തിയാക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഇതെഴുതിയത് ഈ 40 എഴുത്തുകാരല്ല, ഇതെഴുതിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എഴുതിയത് കൊണ്ട് പറയുകയാണ്, എല്ലാം ഇതിനകത്തുണ്ട്. ഒരു മനുഷ്യായുസ്സിൽ ഒരു മനുഷ്യന് വേണ്ട വിലപ്പെട്ടതെല്ലാം ഈ ഗ്രന്ഥത്തിനകത്ത് ദൈവം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ. അതുകൊണ്ട് പറയുകയാണ്, ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. ഇനി അടുത്ത വെളിപ്പെടുത്തൽ അതിനകത്ത് കിട്ടുന്നത് വളരെ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് പറയുകയാണ്, ബൈബിളിനെ കുറിച്ച്, കർത്താവിൻ്റെ അധരങ്ങൾ സംസാരിക്കുകയും അവിടുത്തെ ആത്മാവ് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. കർത്താവിൻ്റെ അധരങ്ങൾ സംസാരിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. സംസാരിച്ചത് കർത്താവിൻ്റെ അധരങ്ങൾ, ഒരുമിച്ച് കൂട്ടിയത് ആത്മാവ്. അപ്പോൾ സംസാരവും ആത്മാവും, ദൈവം സംസാരിച്ച വാക്കുകൾ ഒരുമിച്ച് കൂട്ടിയത് പറയാവോ? ആത്മാവ്. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ 2 വിരലെടുത്ത് നിങ്ങളുടെ ചുണ്ടുകളൊന്ന് അടയ്ക്കുക. ചെയ്യേ പ്ലീസ്. യെസ്. ഇനി നിങ്ങളുടെ പേര് പറയുക. കൈയെടുക്കരുത്. പേര് പറയാൻ സാധിക്കുന്നില്ല. ചില അനുസരണയില്ലാത്ത സന്തതികൾ ചെയ്തില്ല. ചെയ്തവർക്കറിയാം. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പേര് പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾ എത്ര മിടുക്കനാണെങ്കിലും പേര് പറയാൻ പറ്റില്ല. ഇങ്ങനെ തുറക്കേണ്ടി വരും. അപ്പം എൻ്റെ അടുത്ത ചോദ്യം, ഈ വായടച്ച് വെച്ചിട്ട് പേര് പറയാൻ പറ്റാത്തത് എന്താ? നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ആ വാക്ക് പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ്? വാക്ക് പുറത്തു വരാത്തത്, ആ വാക്ക് പുറത്തു വരണമെങ്കിൽ സാധാരണക്കാരൻ്റെ ഭാഷ പറയാം, കാറ്റ് പുറത്തു വരണം. വാക്ക് വെളി വരണമെങ്കിൽ എന്ത് പുറത്തു വരണം? കാറ്റ് പുറത്തു വരണം. അപ്പോൾ വാക്കും കാറ്റും ഇൻട്രിൻസിക്കലി കണക്റ്റഡാണ്. വാക്കും കാറ്റും അതിൻ്റെ ഏറ്റവും സ്വാഭാവികതയിൽ, അതിൻ്റെ ഏറ്റവും എന്താ പറയുക, അത് ഉത്ഭവത്തിൽ തന്നെ അവ തമ്മിൽ കണക്റ്റഡാണ്. അതായത് ഒരു വാക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാറ്റ് വന്നു എന്നാണ്. കാറ്റ് വന്നാലേ വാക്ക് വരൂ. വാക്ക് വന്നാൽ കാറ്റ് വന്നിരിക്കും. കാറ്റ് വരാതെ വാക്ക് വരില്ല. അപ്പോൾ പറയാവോ? വാക്കും കാറ്റും ഒരുമിച്ചാണ്. പറഞ്ഞേ, വാക്കും കാറ്റും. വാക്കിന് ബൈബിളിലെ പേര് വചനമെന്നാണ്. കാറ്റിന് ബൈബിളിലെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. അപ്പോൾ വചനം ഉച്ചരിക്കപ്പെട്ടാൽ ആ ഉച്ചരിക്കപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിച്ചിരിക്കും. വാക്ക് വന്നാൽ കാറ്റ് വരും. ഒന്ന് പറഞ്ഞേ, വാക്ക് വന്നാൽ കാറ്റ് വരും. ഞാൻ പറയുന്നത് എന്തെന്നറിയോ? നമ്മൾ ഈ ദൈവവചനം വായിക്കുന്ന സമയത്ത്, ഇത് വചനം തന്നെ വായിച്ചോ, 2 തിമോത്തി 2 തിമോത്തി 3-ാം അധ്യായം 15-16. 2 തിമോത്തി 3-ാം അധ്യായം 15-16 വായിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഉണ്ട്. എന്ത് സന്തോഷം കേട്ടോ. ഞാൻ അങ്ങോട്ട് വരട്ടെ, അവിടെ നിന്നങ്ങ് പറയാം. നിങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ, കാരണം ഇതൊക്കെ വെറുതെ വന്നതാണ്. ഞാൻ അങ്ങോട്ട് വരട്ടെ. ചേച്ചിയുടെ പേരെന്താ? കൊള്ളാം കേട്ടോ ചേച്ചി, കൊള്ളാം, എല്ലാവരും കൊള്ളാം. ഈ ഭാഗമാണ് അതിൻ്റെ ഒരു സംഭവം. ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ, അവിടെ നിന്ന് പ്രസംഗിക്കാം. അതായത് നിങ്ങളെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഗുണപ്പെടാൻ വന്നത് ഇതേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ബാക്കി എല്ലാം വെറുതെ ഇരിക്കുക. വായിക്കുന്നുണ്ടോല്ലോ? വായിക്കുന്നുണ്ടോ? മനസ്സിൽ വായിച്ചാണോ? അവരൊക്കെ വായിച്ചായിരുന്നോ? അന്ന് വായിച്ചേ നോക്കട്ടെ. 2 തിമോത്തി 3-ാം അധ്യായം 15-16. അവിടെ നിന്ന് വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. തിമോത്തിയോട് പറയുകയാണ്, കൊച്ചേ, നീ ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ
രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ വായിച്ച് പഠിച്ച് അറിഞ്ഞിട്ടുള്ളതാണല്ലോ. അടുത്ത വാക്യം ഉച്ചത്തിൽ വായിക്കുക. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ആ വാക്കൊന്ന് ഉറക്കെ പറ. വിശുദ്ധ ലിഖിതമെല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ദൈവനിവേശിതം എന്നാണ്. ഇംഗ്ലീഷിൽ അത് ഇൻസ്പയർഡ് എന്നാണ്. എന്നാൽ അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒറിജിനലിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു മലയാളം തർജ്ജമയിൽ ഞാൻ ആ വാക്ക് കണ്ടു. അതിതാണ് ദൈവശ്വാസിതം. അങ്ങനെ ഒരു വാക്കുണ്ടോയെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും. ദൈവശ്വാസിതം, അതാണ് അതിൻ്റെ കറക്റ്റ്. എന്താണ്? ശാശല്ല, ശാശ് മറ്റേത് ശാശ്. ദൈവശ്വാസിതം. ഒന്ന് പറഞ്ഞേ, ദൈവശ്വാസിതം. ദൈവശ്വാസിതം, നിശ്വാസം ഇല്ലേ? നിശ്വാസം. അപ്പോൾ ദൈവം ശ്വാസിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞത്. ഇതാണ് അതിൻ്റെ കറക്റ്റുള്ള ട്രാൻസ്ലേഷൻ. ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞത്. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ബൈബിൾ എടുത്ത് വായിക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, വാക്ക് വരുന്നിടത്ത് കാറ്റ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശ്വാസം, നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി അണച്ച് വരുമ്പോൾ അവരെ ഇങ്ങനെ എടുത്തൊക്കത്ത് വെച്ചാൽ അവരുടെ ശ്വാസം, നിങ്ങളുടെ മുഖത്ത് അവരുടെ ശ്വാസം അടിക്കും. ഇപ്പം ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളുടെ ശ്വാസം അടിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പട്ടി ഉണ്ടെങ്കിൽ ഈ പട്ടിയായിട്ട് വൈകുന്നേരം ഓടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അതിങ്ങനെ അപ്പോൾ നമ്മുടെ മുഖത്തോട്ട് തന്നെ അടിക്കും. ഈ പല്ല് തക്കാത്ത വൃത്തികെട്ട പട്ടിയുടെ ശ്വാസം നമ്മുടെ മുഖത്ത് അടിക്കും. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ മുഖത്ത് എന്തുകൊണ്ട്? ശ്വാസിതം. പിടികിട്ടി എന്താണ് ശ്വാസിതം എന്ന്? വിശുദ്ധ ലിഖിതമെല്ലാം ദൈവശ്വാസിതമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിശ്വാസം, ദൈവത്തിൻ്റെ കാറ്റ്, ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 100 വട്ടം സത്യമായ കാര്യമാണ്. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം നിറയും. ദൈവത്തിൻ്റെ ശ്വാസം സമം പരിശുദ്ധാത്മാവ്. എപ്പോഴും ഓർത്തോണം, വചനം വായിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അഭിഷേകമാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ വേഗം നിറയും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ പെട്ടെന്ന് നിറയും. പെട്ടെന്ന് ദൈവവചനത്തിൻ്റെ അതുല്യമായ ശക്തിയിലെ ആദ്യത്തേതാണ്. വചനത്തിന് ദൈവാത്മാവിനെ പെട്ടെന്ന് വിളിച്ചു വരുത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തി ബൈബിളിനോട് സ്നേഹമുള്ള ആളാകുന്നതിനനുസരിച്ച് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. മറക്കരുത്, ഞാൻ അവസാനം ചോദിക്കും. ഒന്നാമത്തെ കാര്യം, ദൈവവചനം വായിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ പ്രയോജനം പറ. പരിശുദ്ധാത്മ അഭിഷേകം. പറയൂ, പരിശുദ്ധാത്മ അഭിഷേകം. ഒരിക്കലും മറക്കരുത്. ദൈവവചനം വായിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ പ്രയോജനം പറയൂ, പരിശുദ്ധാത്മ അഭിഷേകം. രണ്ടാമത്തേത് സങ്കീർത്തനങ്ങൾ. ഒന്നാം സങ്കീർത്തനം എടുക്കുക. ഒന്നാം സങ്കീർത്തനം. നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഞാനിത് പറയത്തില്ലായിരുന്നു. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നേ. അത് ഞാൻ പറയത്തില്ലെന്ന്. കാരണം ഈ വേദപുസ്തകം കൊണ്ടുവരാതെ വന്ന ജാതികളോട് ആദ്യം ബൈബിളിൻ്റെ പ്രാധാന്യം പറഞ്ഞ് നാളെ ബൈബിളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വാഴക്കുളത്തെ വലിയ ആളുകളൊക്കെ അല്ലേ എന്നൊക്കെ ഓർത്തിട്ട് കുറച്ചുകൂടെ നല്ല കട്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാമെന്ന് ഓർത്താ വന്നേ. അത് ഗുണപ്പെടുത്തത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണ്? ബൈബിളൊന്നും ഇല്ലാതാണ്, വന്ന വഴിക്ക് ഇങ്ങനെ വന്ന് പോയതാണ്. അപ്പം അതുകൊണ്ട് ഇത് തീരുന്നവരെ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. അത് കാരണം ഇങ്ങനെ പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. രണ്ട് സാധ്യതയാണ്. ഒന്നുകിൽ നിങ്ങൾ നാളെ വരുത്തില്ല, വന്നാൽ നിങ്ങൾ ഈ പുസ്തകമായിട്ടേ വരുത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രയോജനം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഈ ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഈ നാണം കെട്ടാലേ വല്ലതൊക്കെ ചെയ്യത്തുള്ളൂ, അല്ലാതെ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ അവസാനം വരെ പറയും. സിസ്റ്റർമാർക്കൊക്കെ ഇത്തിരി പണക്കായി വരുന്നുണ്ട്, അത് മൂക്കുന്നവരെ പറയും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പ്രയോജനം, രണ്ടാമത്തെ സങ്കീർത്തനങ്ങൾ 1 എടുക്കാം. 1 സങ്കീർത്തനം 1 മുതൽ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ.
അപ്പോൾ വചനം പറയാണ് ഭാഗ്യവാൻ എന്നല്ല. ഇപ്പം ബൈബിൾ പരിഷ്കരിച്ചിട്ടുണ്ട് POC. ഭാഗ്യവാനല്ല, അനുഗ്രഹീതൻ എന്നാണ്. ഭാഗ്യവാനല്ല, ഭാഗ്യമുള്ളവൻ എന്നല്ല. പിന്നെ ആരാണ്? ബ്ലസ്സഡ് ഈസ് ദ മാൻ. ഭാഗ്യവാൻ, അനുഗ്രഹീതൻ. ഭാഗ്യവാനല്ല, അനുഗ്രഹീതൻ. അപ്പൊ ആരാണ് അനുഗ്രഹീതൻ? ആർക്കാണ് അനുഗ്രഹമുള്ളത്? 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്ടര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാത്ത ഒരാൾ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ അത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലൂടെ പോപ്പപ്പ് ചെയ്ത് വരുന്നതിൽ 98% നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുള്ളതാണോ? ആവശ്യമുള്ള അത്. ഇപ്പം നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരുന്നാൽ, അല്ലെ ഷോർട്സ് കണ്ടുകൊണ്ടിരുന്നാൽ, അതിൽ 98% നമുക്ക് ആവശ്യമുള്ളതല്ല. പിന്നെന്താ? ശാന്തമായിട്ട്, നിങ്ങൾ ഇങ്ങനെ മൊബൈലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ചെറുപ്പക്കാരൊക്കെ കുറേ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ കൂടുതലും എന്താ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ബാല 3ാമത് കല്യാണം കഴിച്ചാൽ അതറിഞ്ഞുകൊണ്ട് വാഴക്കുളംകാരൻ എന്നാ ഗുണമാണ്? ഒരു ഗുണവുമില്ല. മനസ്സിലായോ? ഒരു ഗുണവുമില്ല. അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ പോയി, അതറിഞ്ഞുകൊണ്ട് നമുക്കെന്നാ ഗുണം? ഒരു ഗുണവുമില്ല. ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഞാൻ പറയുന്നത് മറ്റ് വാർത്തകളെക്കുറിച്ചൊന്നും അല്ല, അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റിൽ ഒരു 98% ഈ പരദൂഷണമാണ്. നമ്മൾ പണ്ട് പരദൂഷണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണിത്. മനസ്സിലായോ? അപ്പം അങ്ങനെ അവരുടെ ദാമ്പത്യത്തിൽ സംഭവിച്ചത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ടൈറ്റിൽ മാത്രമേ ഉള്ളൂ ഞെട്ടൽ. പിന്നെ നമ്മുടെ സമയം പോയെന്ന് ഓർത്ത് അവസാനം നമ്മൾ ഞെട്ടും. അപ്പോൾ ഞാൻ പറയുന്നത്, അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതിൻ്റെ ഇങ്ങനെയുള്ള കണ്ടന്റിൻ്റെ പേരാണ് ദുഷ്ടരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ഗുണപ്പെടാത്ത ഉപദേശം, നമുക്ക് ഗുണം വരാത്ത ഉപദേശം. അപ്പം അതിൻ്റെ പുറകെ പോകാത്തവൻ, അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നവൻ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ഒരു വെളിപ്പെടുത്തൽ കിട്ടി. അതെങ്ങനെയാണ്? അതായത് പണ്ട് ഇവിടെ എനിക്കറിഞ്ഞൂടെ, ഈ ഭാഗത്തൊക്കെ വെള്ളം കയറിയായിരുന്നോ? നമ്മുടെ ആ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ഈ ഭാഗത്തൊക്കെ വെള്ളം വന്നായിരുന്നോ? ഒന്നില്ല. നിങ്ങൾക്ക് പ്രകൃതി ദുരന്തമൊന്നും ഉണ്ടാവാത്ത സ്ഥലം അല്ലേ? ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ഞങ്ങളൊക്കെ എപ്പോഴാണ് കടൽ കയറി കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഓക്കി, സുനാമി ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ദൈവത്തിൻ്റെ മഹത്വം. എന്നിട്ട് പോലും ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ വെള്ളം കയറിയ ഒത്തിരി സ്ഥലം, ഞാൻ ഈ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വല്ലം കൺവെൻഷൻ ചെന്നപ്പോഴാന്ന് തോന്നുന്നു, താമസിക്കാൻ തന്ന വീട്ടിൽ അവർ പറഞ്ഞു അവിടെ ഭിത്തിയിൽ ഇങ്ങനെ കാണാം വെള്ളം ചെളിയൊക്കെ കയറിയതിൻ്റെ പാട്. ഇത്രയും ടോപ്പ് അത്രയും, പിന്നെ കഴുകി വൃത്തിയാക്കിയൊക്കെ തന്ന്, ഞാൻ പറഞ്ഞത് ആ പാട് കാണാം. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയോ, വെള്ളം പ്രളയം വരുമ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ എന്താണ്? വെള്ളമാണ്. പക്ഷേ ഈ പ്രളയം പോയി കഴിയുമ്പോൾ അടിയുന്നത് മുഴുവൻ എന്താണ്? ചെളിയാണ്. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം. എന്താണെന്നറിയോ, ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ വെള്ളം വരുന്ന പോലെ കണ്ട് എല്ലാം കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ അടിഞ്ഞത് മുഴുവൻ ചെളി. അത് ഗുണപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ആത്മീയമായിട്ട് ഒരാൾക്ക് ഒരു വളർച്ചയും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ദുഷ്ടരുടെ ഉപദേശം, ഗുണപ്പെടാത്ത ഉപദേശം, വളർത്താത്ത ഉപദേശം, പടുത്തുയർത്താത്ത ഉപദേശം, അത് കേൾക്കാത്തവൻ, അതിനോട് താല്പര്യമില്ലാത്തവൻ. അടുത്ത വാക്യം, പാപികളുടെ വഴിയിൽ വ്യാപരിക്കാത്തവൻ. പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെടാത്തവൻ. മൂന്നാമത്തേത്, പരിഹാസകരുടെ പീഠങ്ങളിൽ. മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പരിഹാസകരുടെ, നമുക്ക് ആവശ്യമില്ലാത്ത സംസാരങ്ങളിലും ചിന്തകളിലും ഏർപ്പെടാത്തവൻ. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ഏകാഗ്രമാക്കിയവർ എന്ന് പറഞ്ഞേ, ഹൃദയത്തെ ഏകാഗ്രമാക്കിയവർ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയത്തെ ഏകാഗ്രമാക്കിയവർ. ഇങ്ങനെ ഹൃദയത്തെ ഏകാഗ്രമാക്കി ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 2:2 1 കൊരിന്തോസ് 2:2 വായിക്കുക. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ, 1 കൊരിന്തോസ് 2:2 വായിക്കേ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ
അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് വേറൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചേ? ദുഷ്ടരുടെ ഉപദേശം വേണ്ട, പാപികളുടെ വഴിത്താരയിൽ നിൽക്കണ്ട, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കണ്ട. എൻ്റെ ഹൃദയം വ്യഗ്രതകൾക്ക് അടിമയാവണ്ട, വികേന്ദ്രീകരിക്കപ്പെടണ്ട, എൻ്റെ ഹൃദയം പല വഴിക്ക് പോവണ്ട. ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ, കൊരിന്തോസുകാരെ, ക്രൂശിതനായ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇതാണ് ഈ മനസ്സ്. അപ്പോൾ അടുത്ത വാക്യം സങ്കീർത്തനം 1-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. ഇപ്പൊ വേറൊന്നും അറിയണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ എന്തറിയാൻ തീരുമാനിച്ചു? അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. അവിടെ വലിയൊരു അഭിഷേകം വരും. പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് തൊടും കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ഇതാണ് പറയുന്നത്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണെന്ന് പറഞ്ഞാൽ വചനത്തിലാണ്. പഴയ നിയമത്തിൽ എവിടെ നിയമം എന്ന് കണ്ടാലും ഇനി നമുക്കതിനെ മാറ്റി ഈ വാക്ക് ഉപയോഗിക്കാം. ഏത് വാക്ക്? വചനം. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പം അതാണ് അഭിഷേകം. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏകാഗ്രത. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ, എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി, അമ്മേ, അമ്മച്ചി, അപ്പച്ച, സിസ്റ്ററെ, അച്ഛാ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട കുറച്ച് സമയം നിങ്ങൾ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആവില്ല. എല്ലാ മേഖലയിലും മാറ്റം വരും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം ഇത് ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ സ്വരം. സങ്കീർത്തനം 29 സങ്കീർത്തനം 29 അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ, തിരിച്ചു വരണേ. അപ്പോൾ ഇപ്പോൾ ഇത് വായിച്ചിട്ട് തിരിച്ചു വരണം. സങ്കീർത്തനങ്ങൾ 29-ന്റെ 4-ാമത്തെ വാക്യം വായിക്കുക. 4-ാമത്തെ വാക്യം, കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അതാണ് അതിൻ്റെ കാര്യം. കർത്താവിൻ്റെ സ്വരത്തിനകത്ത് എന്തുണ്ട്? ശക്തിയുണ്ട് എന്ന് പറഞ്ഞ ശക്തിയുണ്ട്. പറ, ശക്തിയുണ്ട്, ശക്തിയുണ്ട്. പറ, ശക്തിയുണ്ട്. നമ്മൾ പറയത്തില്ലേ അവിടെ ഭയങ്കര ശക്തിയാ, ഇങ്ങോട്ട് പോക്കോ ഭയങ്കര ശക്തിയാ, ഇങ്ങോട്ട് പോക്കോ ഭയങ്കര ശക്തിയാ, ആ പുള്ളിയെ പോയി കണ്ടോ ഭയങ്കര ശക്തിയാ. ഒരു പുള്ളിയേയും കാണണ്ട. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ തിരിച്ചു വാ, സങ്കീർത്തനം 1-ലേക്ക് തിരിച്ചു വാ. പറയാണ്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. എന്താണ് അവൻ്റെ പ്രതിഫലം? അങ്ങനെ വായിക്കുന്നവന് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അതാണ് 1-ാമത്തെ പ്രതിഫലം. അതായത് അവന് നീർച്ചാലിനരികെ നട്ടതാണ്. ഉണങ്ങിപ്പോകത്തില്ല, പട്ടുപോകത്തില്ല, ശുഷ്കിച്ചു പോകത്തില്ല, നശിച്ചു പോകത്തില്ല, നാമാവശേഷാവത്തില്ല. നഷ്ടാവശിഷ്ടങ്ങളുടെ ആ അവശിഷ്ടങ്ങളിൽ നിന്ന് പെറുക്കിയെടുക്കേണ്ട അവസ്ഥ വരില്ല. അവന് നാശമില്ല, ക്ഷയിക്കത്തില്ല, അവൻ നശിക്കത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ആമേൻ പറയണം. നശിക്കത്തില്ല. അങ്ങനെയാണത്. അതായത് ദൈവത്തിൻ്റെ വചനത്തെ ആശ്രയിക്കുന്നവന് അവന് ക്ഷയമില്ല. അവന് ലോകത്തിന് അവനെ നശിപ്പിക്കാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല, താഴ്ത്താൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അവനെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ വചനത്തിനകത്ത് ശക്തിയുണ്ട്. അപ്പോൾ രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. എന്നെ ആകർഷിച്ചത് അടുത്ത വാക്യമാണ്, അവൻ്റെ പ്രവർത്തികൾ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തർജ്ജമയിൽ കണ്ടത്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അവൻ എന്ത് ചെയ്താലും അത് സഫലമാവും. അവൻ എന്ത് ചെയ്താലും, വാട്ട് എവർ ഹി ഡസ് പ്രോസ്പേഴ്സ്.
അവൻ എന്ത് ചെയ്താലും അതിനകത്ത് അഭിവൃദ്ധി ഉണ്ടാവും. അവൻ തൊട്ടാൽ മിഡാസാണ്, മിഡാസ്. അവൻ തൊട്ടാൽ പൊന്നാവും. അവൻ കാലുകുത്തിയാൽ അഭിഷേകം ഉണ്ടാവും. അവൻ കയറി ചെന്നാൽ അവിടെ വിമോചനമുണ്ട്. അവനൊരു വാക്ക് പറഞ്ഞാൽ അവിടെ കെട്ടഴിയും. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ പറ. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്റെ പ്രവൃത്തികൾ സഫലമാകുമെന്ന് പറ. മലയാളിക്കൊരു ഗുണമുണ്ട്, കണ്ണിലൊഴിച്ച് ബാക്കി എവിടെ വേണേലും നോക്കും. കണ്ണി നോക്കി പറ, കണ്ണി നോക്കി പറ. അവൻ്റെ പ്രവൃത്തികൾ. മുഖത്ത് നോക്കാൻ ഇത്രയും മടിയുള്ളൊരു ജനതയെ ഞാൻ ലോകത്തൊരിടത്തും കണ്ടിട്ടില്ല. നിങ്ങൾ വേറെ ഏത് രാജ്യത്ത് പോകുമ്പോൾ മനുഷ്യർ നിങ്ങളോട് കണ്ണി നോക്കിയേ സംസാരിക്കത്തുള്ളൂ. നമ്മളെങ്ങനെ സംസാരിക്കുന്നറിയാം? ഈ പോയിന്റാണ് നമ്മുടെ ഒരു നോട്ടം. ഇങ്ങനെ ഇങ്ങനെ നോക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. മുഖത്ത് നോക്കണം, കണ്ണി നോക്കണം. എന്നിട്ട് പറ, നിന്റെ പ്രവൃത്തികൾ സഫലമാകുമെന്ന് പറ. ഹല്ലേലൂയാ. അപ്പം അതാണ്, നിന്റെ പ്രവൃത്തികൾ സഫലമാകണമെങ്കിൽ എന്ത് ചെയ്യണം? രാവും പകലും അവനതിനെക്കുറിച്ച് വായിച്ചാൽ പോരാ, വായിച്ചാൽ മാത്രം പോരാ, ധ്യാനിക്കണം. അതായത് തലയ്ക്കകത്ത് വചനം ഇട്ടേക്കണം. എപ്പോഴും വചനം, ഏതെങ്കിലും ഒരു വചനം തലയ്ക്കകത്ത് കിടക്കണം. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നടന്നാൽ നീ ചെയ്യുന്നതെല്ലാം സഫലമാകും. ഞാൻ വെറുതെ ഒരു ചലഞ്ച് വെച്ച് തരാം. 2017 വെച്ചൊരു ചലഞ്ചാണ്. 2017 30 മിനിറ്റ് 3 മാസം, 30 മിനിറ്റ് 3 മാസം മുടങ്ങാതെ ബൈബിൾ വായിച്ചാൽ നിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഏത് പ്രശ്നത്തിനും 30 മിനിറ്റ് 3 മാസം. എന്താ കാര്യം എന്നറിയാമോ? വചനം വായിക്കുന്നവൻ്റെ വീട്ടിലും ജീവിതത്തിലും അതിൻ്റെ അഭിഷേകം ഉണ്ടാവും. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. പറ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, നാളെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവണം. എന്നിട്ട് നമുക്കത് എടുത്ത് വായിക്കണം. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി വേറെ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ചില അത്ഭുതങ്ങൾ പെട്ടെന്ന് വായിക്കാം. മത്തായി 8:16, മത്തായി 8:16, മത്തായി 8:16. ബൈബിൾ, നോട്ട്ബുക്ക്, പേന, ഇത് കമ്പൽസറിയാണ് കേട്ടോ. വേറെ ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ കൺവീനർമാരോട് ചോദിച്ചോ, ഇന്ന വലിപ്പമുള്ള സ്റ്റേജ് വേണം, ഇത്ര വാട്ട്സിൻ്റെ സൗണ്ട് വേണം, ഇത്ര ലൈറ്റ് വേണം, അങ്ങനെ ഇത്ര ആള് വേണം, ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല. ആകെ പറഞ്ഞത് പകലിച്ചിരി ജോലിയുണ്ട്, അതുകൊണ്ട് ബഹളമില്ലാത്തൊരു സ്ഥലം തരാമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. താമസിക്കാൻ പകൽ കുറച്ച് പണി ചെയ്യാനുണ്ട്, മറ്റേ ബൈബിൾ വായനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ചോദിച്ചുള്ളൂ. വേറെ ഒരു ഡിമാൻഡും ഇല്ല. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ബൈബിളില്ലാത്ത ഒരെണ്ണത്തെ ഇവിടെ കണ്ടുപോകരുത്. പറഞ്ഞ ഹല്ലേലൂയാ. അത് മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒരു ഡിമാൻഡും ഇല്ല. പോകുന്ന വഴിക്ക് 2 തെറിയും കൂടെ വിളിച്ച് വിട്ടാലും സന്തോഷം, ഒരു പ്രശ്നമില്ല. മനസ്സിലായല്ലോ? ഭക്ഷണവും തന്നില്ലേലും കുഴപ്പമില്ല, ഒന്നും വേണ്ട. മനസ്സിലായോ? ഒന്നും വേണ്ട. ഒരു കാര്യമുള്ളൂ, ഇതിനകത്ത് നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല. ബൈബിളില്ലാതെ ഈ പഞ്ചായത്ത് കാലുകുത്തരുത്. വരണമെന്നും നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 50,000 പേര് വന്നു എന്ന പേരിൽ വൈകുന്നേരം രജിസ്റ്ററിൽ ഒപ്പിടാനൊന്നുമില്ല. നിങ്ങൾ 10 എണ്ണം വന്നാലും മതി. മനസ്സിലായോ? 10 എണ്ണം. ഇനി നിങ്ങൾ പോകുമ്പോൾ പറയുകയാണ് നാളെ ഞങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പോയിട്ട് മറ്റന്നാൾ വരാം, എനിക്ക് പ്രശ്നമില്ല. വന്നാൽ നിൻ്റെ കയ്യിൽ പുസ്തകം വേണം, ഇല്ലാതെ വരരുത്. പറഞ്ഞ ഹല്ലേലൂയാ. ഇയാൾ അപ്പം ഈ ചിലർ വിചാരിക്കുന്നത് ഇയാളിത് പറഞ്ഞല്ലേ, ഇപ്പോൾ 7ാമത്തെ തവണയല്ലേ പറയുന്നത്. അവസാനം വരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വായിക്കാം. മത്തായി 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ എന്നാ കൊണ്ട് പുറത്താക്കി? കൊടയും കൊണ്ട് പുറത്താക്കിയോ? പേഴ്സും കൊണ്ട് പുറത്താക്കിയോ? കവറും കൊണ്ട് പുറത്താക്കിയോ? ഞാൻ കണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുടയൊക്കെ വീശി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുടയും കൊണ്ട് മാത്രമേ ഉള്ളൂ, ബൈബിളൊന്നും ഇല്ല. വണ്ടി ഇരുന്ന് തന്നെ പറഞ്ഞു കുടയും കൊണ്ട് വരിക, കാരണം നനയാതെ പോകണ്ടേ. അവൻ കുടയും കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി, ബൈബിളിലുണ്ടോ? ഇല്ല. അവൻ പേഴ്സും കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി, ബൈബിളിലുണ്ടോ? ഇല്ല. അവൻ എന്നാ കൊണ്ടാ പുറത്താക്കിയേ? പറ മക്കളെ, എന്താണ്?
വചനം കൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും അനേക രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഇനി അടുത്തത് വായിക്കുക. സങ്കീർത്തനം 107:17 മുതൽ വായിക്കുക. സങ്കീർത്തനങ്ങൾ 107:17 മുതൽ. സങ്കീർത്തനങ്ങൾ 107:17 മുതൽ വായിക്കാം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ എപ്പോഴും ഓർത്തോണം, കഷ്ടത വന്നാൽ എന്നാ ചെയ്യണം? കർത്താവിനെ വിളിച്ചോണം. അവിടെ ഒരു പശ്ചാത്തലവും നോക്കരുത്. പാപിയാണെന്നോ തകർന്നവനാണെന്നോ പള്ളി കയറാത്തവനാണെന്നോ ഇതുവരെ ദൈവത്തെ വിളിച്ചിട്ടില്ലാത്തവനാണെന്നോ ഒന്നും ഓർക്കരുത്. കഷ്ടത വന്നാൽ അപ്പം തന്നെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചോണം. അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പം എന്നാ ചെയ്തു? അവിടുന്ന് അവരെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷിച്ചു. എങ്ങനെയാണ് രക്ഷിച്ചത്? അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. എന്ന് പറ, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വചനം വിട്ടാൽ മതി. ഒരു വചനം അങ്ങോട്ട് വിട്ടാൽ സൗഖ്യം. ഞാൻ ഇന്നലെയാണ് എന്നോട് ധ്യാനകേന്ദ്രത്തിലെ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ പിന്നെ അച്ഛന് പരിചയമുള്ള ആ വീട്ടിലെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള സാറിന് തന്നെ, അദ്ദേഹം തന്നെ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയാണ്. നല്ല പ്രായമുണ്ട് അമ്മച്ചി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ അമ്മച്ചി കിടക്കുകയാണ്. സിങ്കിങ് ആണ്. ആ ബോധമൊക്കെ പോയി. അച്ചോ ബോധം പോകുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, ഡാനിലച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനില്ലായിരുന്നു, ഞാൻ ഗോവയിലായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ എന്നാൽ കുറച്ച് സമയമുണ്ടല്ലോ പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ പോയി. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അമ്മച്ചി ബോധമില്ലേ. അപ്പോൾ ഞാൻ, അമ്മച്ചി ഡാനിലച്ഛൻ വന്നു അമ്മച്ചി. അപ്പോൾ ഈശോ എന്ന് പറഞ്ഞു. ബോധമില്ലായിരുന്നു ഇതുവരെ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാണ്. ഈശോ എന്ന് വരെ പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു, അയ്യോ അച്ഛാ അച്ഛനെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അടുത്തുനിന്ന് സിസ്റ്ററിനോട് പറഞ്ഞു, വെറുതെ വിളിച്ച് നാണം കടണ്ട, സിസ്റ്ററിനെ മനസ്സിലാവത്തില്ല, എന്നെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവെ, സങ്കീർത്തനം 107:20, മത്തായി 8:16, യാക്കോബ് 5:15, കർത്താവെ പുറപ്പാട് 15:26, ജ്ഞാനം 16:12, യെശയ്യാ 53:5. നിന്റെ വചനം അയച്ച് അമ്മച്ചിയെ സുഖപ്പെടുത്തണേ. ഇന്നിങ്ങോട്ട് വരുന്ന വഴിക്ക് ഫോൺ വിളിക്കുകയാണ്, അമ്മച്ചി ഇന്ന് രാവിലെ കണ്ണൊക്കെ തുറന്ന് ദേഹമൊക്കെ അനക്കിട്ട് പറയാണ്, എന്നെ ഇവിടെ കിടത്തണ്ട, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവാണ് വല്യമ്മച്ചി. പറഞ്ഞ ഹല്ലേലൂയാ. വചനം കയറിയ ഏത് വല്യമ്മ എഴുന്നേക്കും. വചനം അയച്ച് സൗദി അറേബ്യയിൽ 2017 അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ ചെന്നപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ പോകുന്ന വഴിക്കാണ് എൻ്റെ ഫ്ലാറ്റ്, എൻ്റെ ഭർത്താവ് മരണാസന്ന നിലയിൽ കിടക്കുകയാണ്, അച്ഛനൊന്ന് വരാവോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മുന്നേ ചേച്ചി എന്നെ കൊണ്ടുപോകുന്ന വേറൊരു ചേട്ടനാണ്, പുള്ളി വണ്ടി നിർത്തുമോ? അങ്ങനെ പറഞ്ഞാൽ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എന്നെ ആ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. ഞാൻ ചെന്നൊരു പാവപ്പെട്ട കുടുംബം, ചെറിയൊരു മുറിയാണ് ഈ ഫ്ലാറ്റ്. അതിനകത്ത് തന്നെ കിച്ചൺ, കിടപ്പെല്ലാം അതിനകത്ത് തന്നെ, ഒറ്റ മുറി, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഒരു മനുഷ്യൻ മരണാസന്ന നിലയിൽ എല്ലും തോലുമായി കിടക്കുന്ന ഒരാളെ ഞാൻ ആ ഫ്ലാറ്റിൽ കണ്ടു. ഞാൻ ചോദിച്ചു, എന്നാ അസുഖം? അപ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇദ്ദേഹത്തിൻ്റെ അപ്പനും ഇതേ അസുഖം വന്ന് മരിച്ചു പോയതാണ്, അതേ പ്രായത്തിൽ ഈ മകന് ഈ അസുഖം വന്നിരിക്കുകയാണ്, രക്ഷപ്പെടത്തില്ലെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനം ഈശോ പെട്ടെന്ന് ഉറപ്പിച്ചു തന്നു. അത് സങ്കീർത്തനം 118:17.
സങ്കീർത്തനം 118:17. ആ വചനം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. വചനം ഇതാണ്: ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും എന്ന് പറഞ്ഞേ. ഞാൻ മരിക്കുകയില്ല, ഒരിക്കലും മരിക്കത്തില്ലെന്നല്ല, അതെല്ലാവരും മരിക്കും. ഇതിപ്പോൾ ഈ രോഗത്തിൽ ഞാൻ മരിക്കത്തില്ലെന്നാണ്. ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ. അപ്പം ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, പെങ്ങളെ, നീ ഒരു കാര്യം ചെയ്യേ, ഇവനെ കൊണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ, നീ അടുത്തിരുന്നിട്ട് ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ. ഒരു പേപ്പറിനകത്ത് ഒരു 100 തവണ ഈ വചനം എഴുതി ഇവൻ്റെ തലേണയുടെ അടിയിലും കട്ടിലിനടിയിലും എല്ലാം വെക്ക്, ഇവൻ്റെ കയ്യിൽ ഒരെണ്ണം കൊടുക്ക്, എന്നിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കാൻ പറ. സങ്കീർത്തനം 118:17, ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഇത് ഒരു തിങ്കളാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു ഇത് നടക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ഞാൻ റിയാദിൽ ഒരു കൂട്ടായ്മയിൽ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നുകയാണ്, ദൈവം, ഞാൻ ആ ഫ്ലാറ്റിൽ കണ്ടവനല്ലേ ഈ ഇരിക്കുന്നത്? എനിക്ക് ഡൗട്ട് അടിക്കുകയാണ്, ഇവനെയല്ലേ ഞാൻ കണ്ടേ? ചോദിക്കാൻ പറ്റത്തില്ലല്ലോ പ്രസംഗത്തിനിടയ്ക്ക്. അപ്പം ഞാൻ തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരൻ്റെ അടുത്തോട്ട് ഇരുന്നിട്ട്, നിന്നെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, നീ സംശയിക്കണ്ടെന്ന് പറഞ്ഞു, മറ്റേ ആ കിടന്നവനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എങ്ങനെ? അപ്പോൾ പറഞ്ഞു, വചനം പറഞ്ഞില്ലായിരുന്നു, ആ വചനം അത് ഞങ്ങൾ തലങ്ങും വലങ്ങും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു, റെഡിയായി. എൻ്റെ അച്ഛാ, എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നമില്ല. റിയാദിലെ ആ കൂട്ടായ്മയിൽ വന്ന് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ വചനമയച്ച് എന്തു ചെയ്യും? സുഖപ്പെടുത്തും. വചനമയച്ച് സുഖപ്പെടുത്തും. പ്രഭാഷകനിൽ അങ്ങനെ ഒരു വചനം കിടപ്പുണ്ട്. അതായത് ദൈവം തൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നിർവഹിക്കുന്നത് വചനം അയച്ചിട്ടാണ്. പ്രഭാഷകൻ 42:15. പ്രഭാഷകൻ സിറാഖ്, പ്രഭാഷകൻ 42:15. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ? ജസ്റ്റ് പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരുത്തേയില്ല. പറയുമ്പോൾ ഒക്കെ ഒരു ആവേശത്തിന് പറയുമെങ്കിലും ഞാനങ്ങനെ ഒരു ദ്രോഹിയൊന്നും അല്ല. ഞാൻ ബൈബിളുള്ളവരുടെ അടുത്തേ പോകത്തുള്ളൂ. നിങ്ങൾ കണ്ണടച്ചോ. അപ്പോൾ അതായത് കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി. ചേച്ചി ഇങ്ങോട്ട് നോക്കും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടും. അപ്പം ദൈവത്തിന്, സഹോദരിയുടെ പേര് പറ, മരിയ. ഇപ്പം ഇട്ട പേര് വല്ലാന്നോ? നേരത്തെ എങ്ങനാ? മരിയ ചേച്ചി. ചേച്ചി എന്ന് വിളിച്ച കുഴപ്പമുണ്ടോ? ഇല്ല. സാധാരണ ചിലർക്കൊക്കെ വിഷമമാണ് ചേച്ചി എന്ന്. എനിക്ക് അത്രയും പ്രായമില്ല എന്നൊക്കെ പറയും. അത്രയായോ? അപ്പം നമ്മൾ സമപ്രായക്കാരാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, കർത്താവിൻ്റെ പ്രവൃത്തികൾ. ഈ മരിയയുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ദൈവം അതെങ്ങനെ ചെയ്യാൻ പോണേ? വചനം വഴി. അതെപ്പോഴും ഓർത്തോണം. അപ്പോൾ ദൈവപ്രവൃത്തികൾ. അമ്മച്ചി നല്ല സൂപ്പറിന് അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ പേര് പറ. മേരി. ഇതെല്ലാം മൊത്തം മേരിമാരാണോ മൊത്തം? ഈ നാട്ടിൽ വേറെ പേരൊന്നും ഇല്ലേ? ഉണ്ട്. മേരി അമ്മച്ചി. അമ്മച്ചിയുടെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ത് വഴിയാ? അപ്പൊ ദൈവപ്രവർത്തികൾ കൂടുതൽ കാണണമെങ്കിൽ എന്നാ ചെയ്താൽ മതി? കൂടുതൽ വചനത്തിൽ ആഴപ്പെട്ടാൽ മതി. എത്രത്തോളം വചനത്തിൽ ആഴപ്പെടുന്നോ അത്രത്തോളം ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ നീ കണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വ്യത്യാസവും ഇല്ല. ദൈവത്തിൻ്റെ വചനം എത്ര അതുകൊണ്ട് സൂപ്പർ അമ്മച്ചിരിക്കുന്നു. അപ്പോൾ അമ്മച്ചിമാർ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ അമ്മച്ചി, ഒത്തിരി പ്രവർത്തികൾ, ദൈവപ്രവർത്തി അമ്മച്ചി ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. ഉണ്ടോ? ദൈവം ഒരുപാട് നന്മകൾ ചെയ്തു തന്നിട്ടില്ലേ? ഒത്തിരി ചെയ്തു തന്നിട്ടില്ലേ? ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചിക്ക് കരഞ്ഞോണ്ടല്ലാതെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്ത വിധം അത്രയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇരട്ടി ദൈവപ്രവൃത്തികൾ ഇനി ജീവിതത്തിൽ കാണണം. എങ്ങനെ കാണും? വചനം വഴി. മിടുക്കി. വചനം വഴി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദൈവപ്രവൃത്തികൾ കാണണമെങ്കിൽ എന്നാ ചെയ്താൽ മതിടാ? എത്രത്തോളം വചനം. അപ്പോൾ ഒരു വചനം എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം? വെറുതെ ഇങ്ങനെ വായിച്ച് വിടരുത്. വായിച്ചങ്ങ് വിട്ടിട്ട് ഒരു വചനം, ആ വചനം പറയുമ്പോൾ ചെല്ലുമ്പോൾ ഉപദേശിക്കും പോലെ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓരോ വചനവും എടുത്തിട്ട് ആ വചനം വഴി ദൈവം ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവർത്തികളുണ്ട്. അതെന്താണ്? അത് അറിയണമെങ്കിൽ യേശയ്യ 55:10 അതെടുത്തോ. യേശയ്യ
55 10. സ്ക്രീനിലുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? ഞാൻ ഇങ്ങനെ നിൽക്കാം. യെശയ്യാ 55 10. യെശയ്യാ 55 10 വായിക്കേ. മഴയും മഞ്ഞും. അമ്മച്ചി ഇവിടെ മഴ പെയ്തായിരുന്നു ഇന്നലെയൊക്കെ? പെയ്ത. മഴയും മഞ്ഞും എവിടെ നിന്ന് വരുന്നു? ആകാശത്ത് നിന്നും വരുന്നു. അങ്ങനെയാണ്. മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. അതിന് പകരം എന്നാ ചെയ്യുന്നു? ഭൂമിയെ എന്നാ ചെയ്യുന്നു അപ്പച്ചാ? ഭൂമിയെ നനയ്ക്കും. മിടുക്കൻ അപ്പച്ചനാണ്. ഭൂമിയെ നനയ്ക്കും. അപ്പോൾ എന്നിട്ട് എന്നാ ചെയ്യും? 2 കാര്യം ചെയ്യും. മഴ വന്നാൽ മഞ്ഞ് വന്നാൽ 2 കാര്യങ്ങൾ ചെയ്യും. ഒന്നാമത്തെ കാര്യം അതെന്ത് ചെയ്യും? അത് സസ്യങ്ങൾ മുളപ്പിച്ച് 2 കാര്യത്തിനാണ്. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞേ, നിങ്ങൾ കൃഷിക്കാരല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പറയാം. വിത്തും ചോറും. പറ. വിത്തെന്തിനാ? നാളത്തേന് വേണ്ടിയാണ്. ചോറെന്തിനാ? ഇന്നത്തേന് വേണ്ടിയാണ്. അതായത് മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തിരിച്ചു പോകാതെ ഭൂമിയെ നനച്ചിട്ട് വിതയ്ക്കാൻ വിത്തും ഇന്നത്തേന് വേണ്ടതും നാളത്തേന് വേണ്ടതും മഴയും മഞ്ഞും തരും. ഇത്രയും കിട്ടിയോ? അടുത്ത വാക്യം. കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. നീ ഒരു മിടുക്കി കൊച്ചാ, നീ പറയണം എങ്ങനെ തന്നെ. കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ചേച്ചി അമ്മയാണോ? എന്നിട്ടാണോ ഒരു കൂറില്ലാതിരിക്കുന്നത്? ആ കൊച്ചിനെ ഒരു പരിചയമില്ലാത്ത പോലെ ഷാളിട്ട് മൂടിയിരിക്കുന്നു. കാരണം എന്നോട് ചോദിക്കാതിരിക്കാൻ വേണ്ടി. മക്കളെ പറ. ഇത് നിന്റെ അനിയത്തിയല്ലേ? അവള് പറയട്ടെ. നീ പറ മോനെ, നീ പറയടാ, നിനക്കറിയാം. മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. എങ്ങനെ തന്നെ? അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? മഴ വരുന്ന പോലെ. മഴ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? വിതയ്ക്കാൻ വിത്ത് കിട്ടും, ഇന്നത്തേന് വേണ്ടതും കിട്ടും. ഞങ്ങളല്ലേ പറഞ്ഞേ? വിത്തും ചോറും. ഞാൻ പറഞ്ഞ പോലെ പറയണം. ആഹാരം എന്നൊക്കെ ഒരു സ്റ്റാൻഡേർഡാക്കി പറയുന്നു വേണ്ട. വിത്തും ചോറും. അപ്പോൾ വിത്തും കിട്ടും, ചോറും കിട്ടും. ഇന്നത്തേന് വേണ്ടതും കിട്ടും, നാളത്തേന് വേണ്ടതും കിട്ടും. എന്ത് വന്നാൽ? മഴയും മഞ്ഞും മേളിൽ നിന്ന് വന്നാൽ നമുക്ക് ഇന്നത്തേന് വേണ്ടത് നാളെ. അപ്പൊ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ മഴ പോലെ എൻ്റെ മേൽ പെയ്തിറങ്ങുന്ന വചനം എനിക്ക് ഇന്നത്തേന് വേണ്ടതും നാളത്തേന് വേണ്ടതും തന്നിരിക്കും. നാളെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ 100, 110 അത്രയൊക്കെ മതി. അതിൽ കൂടുതൽ ജീവിക്കാതിരിക്കുക നല്ലത്. അതൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ. എന്നാലും പോട്ടെ, ഒരു ബോണസ് എന്ന നിലയിൽ ഒരു 110 വയസ്സ് വരെ ജീവിച്ചോട്ട്. 110 വയസ്സ് വരെ ജീവിക്കുന്ന കാര്യം അല്ല ഈ പറയുന്നത്. നാളെ എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല, ഇത് കഴിഞ്ഞൊരു തലമുറയുണ്ടല്ലോ, അത് കഴിഞ്ഞൊരു തലമുറയുണ്ടല്ലോ, അത് കഴിഞ്ഞൊരു തലമുറയുണ്ടല്ലോ. അവർക്കെല്ലാം വേണ്ടത് ഒരാൾ വചനം സംഭരിച്ചു വെച്ചാൽ നാളത്തേന് വേണ്ടത് കിട്ടും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വല്യമ്മച്ചി മരിച്ചത് 103-ാമത്തെ വയസ്സിലാണ്. ഇപ്പം അപ്പച്ചനുള്ള പോലെ ഒരു കണ്ണാടി എൻ്റെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ കണ്ണാടിക്ക് ഒരു ഗ്ലാസ്സേ ഉള്ളൂ, മറ്റേടത്ത് ഓട്ടയാണ്. പാവപ്പെട്ട അമ്മച്ചിയായിരുന്നു. അപ്പോൾ ഈ കണ്ണാടിയൊന്നും വാങ്ങിക്കാൻ കാശില്ലാത്തതുകൊണ്ട് പഴയൊരു കണ്ണാടിയാണ് അതിന്. അപ്പോൾ ഒരു കണ്ണാടി കൂടെ നോക്കി വായിച്ചിട്ട് മറ്റേ കണ്ണാടി കൂടെ അകത്ത് കൈയിട്ട് ചൊറിയുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ കണ്ണാടിയാണ് എൻ്റെ വല്യമ്മയുടെ കണ്ണാടി. ആ കണ്ണാടിയൊക്കെ വെച്ച് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഓർമ്മ, അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച, അമ്മച്ചി അതിരാവിലെ എഴുന്നേൽക്കും, ഞങ്ങൾ കാലം തെറ്റിയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞങ്ങൾ കാണുന്ന കാഴ്ച, എൻ്റെ ചേട്ടാ ഈ ചേട്ടൻ ഈ ഇരിക്കുന്ന പോലെ ബൈബിളും വായിച്ച് ഒരു ഇരിപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് ബൈബിളും വായിച്ച്. എനിക്ക് എന്തെങ്കിലും നന്മ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കും, ആ വല്യമ്മ കൊച്ചുവെളുപ്പാൻ കാലത്ത് വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്ന എൻ്റെ നന്മയാണ് ദൈവം എനിക്ക് തന്നത്. അപ്പം കണ്ടോ, നാളത്തേന് വേണ്ടത് ആ വല്യമ്മയ്ക്ക്, മറിയാമ്മയെന്നായിരുന്നു എൻ്റെ വല്യമ്മയുടെ, മറിയാമ്മയ്ക്ക് കൊടുത്തോ നാളത്തേന് വേണ്ടത്. ഇപ്പോൾ സ്വർഗത്തിൽ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും കൊച്ചുമകൻ വചനം പ്രഘോഷിക്കുന്നത് കാണുമ്പോൾ. കാരണം അതുപോലെ വേവലാതിയോടിരുന്ന് കരഞ്ഞുകൊണ്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നൊരു വല്യമ്മയാണ്.
അപ്പം നാളത്തേന് വേണ്ടത് കൊടുത്തോ? മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കൺമുമ്പിലെ കൊച്ചുങ്ങൾ നന്നാവുന്ന കൊച്ചുങ്ങളുടെ കാര്യം ഇപ്പോൾ ഓർത്ത് തന്നെ സങ്കടപ്പെട്ടിരിക്കുക നമ്മൾ. അമ്മച്ചി ഒന്നും പേടിക്കേണ്ട, ഒരു 10 തലമുറയ്ക്ക് വേണ്ടത് ദൈവം തന്നോളും. എന്ത് ചെയ്താൽ മതി? ബൈബിള് വായിച്ചോണം കേട്ടോ. പറഞ്ഞേ, ബൈബിള്. ഇനി ബൈബിള് വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ കേട്ടോണം. മനസ്സിലായി? എങ്ങനെയെങ്കിലും ഒരു മൊബൈൽ എവിടുന്നേലും ആരെ തല്ലി പിടിപ്പിച്ചാലും ഒരു മൊബൈൽ വാങ്ങിച്ചിട്ട്. അമ്മച്ചി എന്നെ കാണാൻ ആഗ്രഹിച്ചായിരുന്നോ? ഞാനും ഈ എൻ്റെ അമ്മച്ചിയെ കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചെന്നറിയാം. ദൈവം അത് സാധിച്ചു തന്നല്ലോ. അപ്പോൾ അല്ല, ശരിക്കും അല്ല, എന്നോട് സ്നേഹമുള്ളവരോട് എനിക്ക് സ്നേഹമാണ്. ഹലോ. അപ്പോൾ കേട്ടോണേ, പോട്ടെ, സമയം കളയണ്ട. എന്താ പറഞ്ഞേ? ഇന്നത്തേന് വേണ്ടതും നാളത്തേന് വേണ്ടതും ദൈവം തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അടുത്ത വാക്യം. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. കേട്ടോ? ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ദൈവം എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ആ വചനം എഴുതി നമുക്ക് തന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറിയിരിക്കും. ചേട്ടൻ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ദൈവം ചെയ്തിരിക്കും. ചേട്ടന് വേണ്ടത് സൗഖ്യമാണെങ്കിൽ അത് ദൈവം തന്നിരിക്കും. ചേട്ടന് വേണ്ടത് സമാധാനമാണെങ്കിൽ അത് ദൈവം തന്നിരിക്കും. പറഞ്ഞോ, വെറും വാക്കല്ല. ഇപ്പൊ ചേട്ടൻ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം, അത് ദൈവം തന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കർത്താവിൻ്റെ വചനത്തെ ഗൗരവമായിട്ട് സ്വീകരിക്കണം. വീട്ടിൽ നമുക്ക് ബൈബിള് വായിക്കാൻ സമയം കണ്ടെത്തണം. ബൈബിൾ നമുക്ക് എന്താണെന്നറിയാമോ? ഇസ്രായേലിൻ്റെ, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറയാം, ഇസ്രായേലിൻ്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഒരു ബൈബിള് മറന്നുപോയൊരു കാലം ഉണ്ടായിരുന്നു. നിയമഗ്രന്ഥം ജോസിയായുടെ കാലത്ത് കണ്ടുകിട്ടുന്നത് വരെ രാജാക്കന്മാര് ആ തിരുവെഴുത്തുകൾ എവിടെ, നിയമഗ്രന്ഥം, മോശ പറഞ്ഞ നിയമം എവിടാന്ന് അറിയാൻ മറന്നുപോയൊരു കാലം. അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം? ഇപ്പം എൻ്റെ വല്യമ്മ ബൈബിള് വായിക്കുന്ന കണ്ടോണ്ടല്ലേ ഞാൻ ചെറുപ്പം മുതലിരുന്ന് ബൈബിള് വായിക്കുമായിരുന്നു. അതെന്താ? വല്യമ്മ ഇരുന്ന് വായിക്കുന്നത് കണ്ടോണ്ടാണ് കേട്ടോ. ചേച്ചി ഇരുന്ന് വായിക്കണം. TV ഉണ്ടോ വീട്ടിൽ? ചുരുകൂടെ വലുത് ഓണത്തിന് ഒരെണ്ണം വാങ്ങിച്ചോ കേട്ടോ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. TV വേണം ചേച്ചി. പക്ഷേ ആ TV കാണുന്നതിനേക്കാൾ കൂടുതൽ സമയം ചേച്ചി ബൈബിളുമായിട്ടിരിക്കണം കേട്ടോ. വായിക്കാൻ അറിയാവോ? അല്ലെങ്കിൽ കേട്ടോണം. ഇനി അറിഞ്ഞാൽ ഒന്നും കുഴപ്പമൊന്നുമില്ല, അറിഞ്ഞില്ലെങ്കിലും വായിക്കാൻ അറിഞ്ഞ് കേട്ടോണം. ഇഷ്ടംപോലെ ഓഡിയോ ബൈബിൾ എല്ലായിടത്തും കിട്ടും. ഒരു മൊബൈൽ ആരെങ്കിലും വാങ്ങിച്ചു തരാൻ പറയണം കേട്ടോ. ഉണ്ടോ ചേച്ചിക്ക് മൊബൈൽ? പിന്നെ എന്നാ പ്രശ്നം? കേട്ടോണം കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. അപ്പൊ അതുകൊണ്ട് കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കും പരാജയപ്പെടില്ല. ദൈവവചനം പരാജയപ്പെടില്ല. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? മടുത്തോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ആവർത്തിക്കണം. നമുക്ക് ഒന്ന് ആവർത്തിക്കാം. എന്താണ്? നമുക്ക് കർത്താവേ, അങ്ങയുടെ വചനത്തിന് വേണ്ടി ഒരു ദാഹം എനിക്ക് തരണമേ. ആമോസ് പ്രവചിച്ചിട്ടുണ്ട്. ആമോസ് എന്താ പ്രവചിച്ചെന്നറിയാമോ? ആമോസിന്റെ പുസ്തകത്തിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് പറയണം എത്ര അധ്യായത്തിലാണ്? അതായത് യുവാക്കന്മാരും യുവതികളും മൂർച്ഛിച്ച് വീഴും. വചനം കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ദാഹമായിരിക്കും അത് എന്ന് ആമോസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വല്ലവരും കണ്ടോ? ആമോസ് എന്നാ വെച്ചാൽ ഏലിയായോ? 7 7. ഈ ആമോസൊക്കെ ഇനി എവിടെ കണ്ടുപിടിക്കും? ആമോസ് ചേച്ചി ഒന്നാമതേ കണ്ണ് കാണത്തില്ല എനിക്ക്, പിന്നെ ഇരുട്ടും. ആമോസ് കണ്ടുപിടിച്ച് തരാമോ? ഓസ് അങ്ങോട്ട് മറിക്കും. എത്ര? 1306 എത്ര അയച്ചാ? മതി. കിട്ടി. സഹായിച്ചു, ദൈവം സഹായിച്ചു. കണ്ണാടി തന്നാണോ എനിക്ക്? എൻ്റെ പവർ അതല്ല. അപ്പോൾ ആമോസ് 7 അല്ലേ? 7 പറഞ്ഞേ? അതെ. വാക്യം 16. ആമോസ് 7:16. അതൊന്നും അല്ല. 8
11, 8:11. ഓക്കെ കിട്ടി 8:11. ദൈവമായ കർത്താവ്, അപ്പൊ ഞാൻ പറയാം, ഉറക്കെ പറയണേ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അതായത് കർത്താവ് പറയാണ്, അതായത് ഒരു കാലത്ത് നമുക്കിനി വചനം കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇന്ന് നമുക്ക് ദൈവവചനം വായിക്കണമെങ്കിൽ വായിക്കാൻ സൗകര്യമുണ്ട്, പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവവചനം നമുക്ക് പഠിക്കാൻ സൗകര്യമുണ്ട്. എല്ലാ സൗകര്യവും ദൈവം തന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. നാളെ ഇത് അതുപോലെ ആവണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഇങ്ങനെ ആഹാരത്തിനും ദാഹജലത്തിനും വേണ്ടിയുള്ള ക്ഷാമമായിരിക്കില്ല അത്, കർത്താവിൻ്റെ വചനം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷാമകാലം വരുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിൻ്റെ വചനം കിട്ടുന്ന സമയത്ത് അതിനുവേണ്ടി ഒരു ദാഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. ഇനി കരങ്ങളൊന്ന് ഉയർത്തിക്കേ. ദൈവം സുഖപ്പെടുത്തും, കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് പറയാനൊരു സന്തോഷം ഉണ്ടാവും. ദൈവം അത് ചെയ്തു തരും. കാരണം കർത്താവ് അത് ആഗ്രഹിക്കുന്നു. വചനത്തിന് വേണ്ടി ദൈവജനം ദാഹിക്കണം. എത്രത്തോളം ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? പ്രിയ മകനെ, മകളെ, ഒന്ന് ആഗ്രഹിച്ച് സ്തുതിച്ചേ വചനത്തിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു.